പ്രധാനമന്ത്രി ഇന്ന് രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായാണ് രാജ്യത്തോട് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. ഈ ഓപ്പറേഷന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊപ്പം തന്നെ പല വിധത്തിലുള്ള സംശയങ്ങൾ മറ്റു പാർട്ടികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മറുപടി നൽകുമോ എന്നുകൂടി ഇപ്പോൾ രാജ്യം കാത്തിരിക്കുന്നുണ്ട്. ശരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് എത്രത്തോളം വലിയ വിജയമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം രാജ്യത്തോട് പറയുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് തന്നെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഉത്തരങ്ങളുണ്ട്. അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഇന്ത്യ പാക് തർക്കത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമെന്ന് പറയാൻ സാധിക്കും. പ്രധാനമായിട്ടുള്ളത് അമേരിക്കയുടെ ഇടപെടൽ. അതായത് 3-4 ദിവസം നീണ്ടുനിന്ന തർക്കം. ആ തർക്കത്തിൽ ഇന്ത്യക്കൊരു അപ്പർ ഹാൻഡ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അതായത് പാകിസ്ഥാന്റെ എല്ലാ ആക്രമണ ശ്രമങ്ങളെയും ചെറുത്ത് വളരെ മികച്ച രീതിയിലുള്ള തിരിച്ചടി. അതായത് പാകിസ്ഥാൻ 1971 ശേഷം ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരം, അത് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചത് ഇന്ത്യയിൽ നിന്ന് തന്നെ ആകുന്നു. പക്ഷേ അതിൽ നിന്നൊരു അവസാനം കുറിച്ചത് അമേരിക്കയുടെ ഇടപെടൽ എന്നുള്ള തരത്തിലാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്യുന്നു, സീസ് ഫയർ വെടിനിർത്തൽ ധാരണ ഉണ്ടായിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്നുള്ള കാര്യം. പക്ഷേ ഇന്ത്യയുടെ നിലപാട് അല്ലെങ്കിൽ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഇതിലൊരു മധ്യസ്ഥതയില്ല. അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടില്ല. മറിച്ച് DGMO തലത്തിൽ, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGMO തലത്തിൽ നടന്ന ചർച്ചകളാണ് ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് പോയത്. തുടർന്നും DGMO തലത്തിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ സോഴ്സസ് ആയിട്ട് വ്യക്തമാക്കിയിരുന്നു, പ്രത്യേകിച്ചും പ്രതിരോധ മന്ത്രാലയം. ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ള കാര്യം വളരെയധികം ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് കാശ്മീർ വിഷയത്തിലെ മറ്റൊരു രാജ്യം മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള ഒരു മൂന്നാം രാജ്യത്ത് വെച്ചുള്ള ചർച്ച. ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം കശ്മീർ വിഷയത്തിൽ ആരോടും ഒന്നിനും ചർച്ചയ്ക്കില്ല എന്നുള്ള കാര്യമാണ്. ചർച്ച ചെയ്യാനുള്ള രണ്ടേ കാര്യം. ഒന്ന്, ഇന്ത്യയുടെ ലിസ്റ്റിലുള്ള മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഭീകരരെ പാകിസ്ഥാൻ എപ്പോൾ കൈമാറും, അതല്ലെങ്കിൽ പാകിസ്ഥാൻ അവർക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള നടപടി എടുത്തു എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്നുള്ളത്. രണ്ടാമത്തേത് POK, പാക് അധീന കശ്മീർ, അത് ഇന്ത്യക്ക് തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനുമായിട്ട് കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് ചർച്ച ചെയ്യാനുള്ളത്. അത് നേരിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ മൂന്നാമതൊരു രാജ്യത്തെ ഇടപെടിക്കേണ്ട ആവശ്യമില്ല, അതല്ലെങ്കിൽ ഒരു മധ്യസ്ഥത വഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം. ഇതൊക്കെ പ്രധാനമന്ത്രി മറുപടി പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇത് തീർച്ചയായും അർജുന, ആ വിധത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയുമോ എന്നുള്ളതോടൊപ്പം